ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ടേംസ് ഓഫ് ട്രേഡ് ആണ്. അതുപോലെ ടേംസ് ഓഫ് ട്രേഡിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടേംസ് ഓഫ് ട്രേഡ്. ആദ്യം നമുക്ക് എന്താണ് ടേംസ് ഓഫ് ട്രേഡ് എന്ന് പറയാം. ടേംസ് ഓഫ് ട്രേഡ് ആർ ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ ഇൻഡെക്സ് ഓഫ് എക്സ്പോർട്ട് പ്രൈസ് ആൻഡ് ദ ഇൻഡെക്സ് ഓഫ് ഇമ്പോർട്ട് പ്രൈസ്. ടേംസ് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോർട്ട് പ്രൈസിന്റെ ഇൻഡെക്സും അതുപോലെ ഇമ്പോർട്ട് പ്രൈസിന്റെ ഇൻഡെക്സും തമ്മിലുള്ള റേഷ്യോ ആണ് terms of trade. It is the ratio between index of export price and index of import price. If the export price increase more than the import price, a country has positive terms of trade. ഇപ്പോൾ നമുക്ക് ഒരു കൺട്രിയുടെ എക്സ്പോർട്ട് പ്രൈസ് ഇമ്പോർട്ട് പ്രൈസിനേക്കാൾ ഹയർ ആണെങ്കിൽ ഇൻക്രീസ് ആണെങ്കിൽ നമുക്ക് പറയാം ആ ഒരു കൺട്രിയുടെ ടേംസ് ഓഫ് ട്രേഡ് പോസിറ്റീവ് ആണ്. അപ്പോൾ ആദ്യം ടേംസ് ഓഫ് ട്രേഡ് എന്താണെന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഇൻഡെക്സ് ഓഫ് എക്സ്പോർട്ട് പ്രൈസ് ആൻഡ് ദ ഇൻഡെക്സ് ഓഫ് ഇമ്പോർട്ട് പ്രൈസ്. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടേംസ് ഓഫ് ട്രേഡ് പറയാണ്. ഫസ്റ്റ് വൺ നെറ്റ് ബാർട്ടർ ടേംസ് ഓഫ് ട്രേഡ്. നെറ്റ് ബാർട്ടർ ടേംസ് ഓഫ് ട്രേഡ് അല്ലെങ്കിൽ നമുക്കതിനെ കമ്മോഡിറ്റി ടേംസ് ഓഫ് ട്രേഡ് എന്നും കൂടെ പറയുന്നുണ്ട്. ദ കോൺസെപ്റ്റ് ഓഫ് നെറ്റ് ബാർട്ടർ ടേംസ് ഓഫ് ട്രേഡ് was introduced by F.W. Taussig. Taussig ആണ് നെറ്റ് ബാർട്ടർ ടേംസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദിസ് കോൺസെപ്റ്റ് വാസ് കോൾഡ് ആസ് കമ്മോഡിറ്റി ടേംസ് ഓഫ് ട്രേഡ് ബൈ ജേക്കബ് വൈനർ. ഇതിനെ കമ്മോഡിറ്റി ടേംസ് ഓഫ് ട്രേഡ് എന്ന് വിളിച്ചത് ജേക്കബ് വൈനർ ആണ്. ഇനി അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുകയാണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് എക്സ്പോർട്ട് പ്രൈസ് ടു ഇമ്പോർട്ട് പ്രൈസ്. എക്സ്പോർട്ട് പ്രൈസിന്റെയും ഇമ്പോർട്ട് പ്രൈസിന്റെയും റേഷ്യോ ആണ് നെറ്റ് ബാർട്ടർ ടേംസ് ഓഫ് ട്രേഡ് അല്ലെങ്കിൽ കമ്മോഡിറ്റി ടേംസ് ഓഫ് ട്രേഡ്. ഇനി നമുക്കതിനെ ഒരു ഫോർമുല വെച്ച് അതിനെ എക്സ്പ്രസ് ചെയ്യാം. ക്യാപിറ്റൽ എൻ ഈക്വൽ പി എക്സ് ഡിവൈഡഡ് ബൈ പി എം. എൻ എന്ന് പറയുന്നതാണ് നെറ്റ് ബാർട്ടർ ടേംസ് ഓഫ് ട്രേഡ്. പി എക്സ് എന്ന് പറയുന്നത് ഇൻഡെക്സ് ഓഫ് എക്സ്പോർട്ട് പ്രൈസ്, പി എം ഇൻഡെക്സ് ഓഫ് ഇമ്പോർട്ട് പ്രൈസ്. അപ്പോൾ എൻ നെറ്റ് ബാർട്ടർ ടേംസ് ഓഫ് ട്രേഡ് ആണ്. പി എക്സ് എന്ന് പറയുന്നത് എക്സ്പോർട്ട് പ്രൈസിന്റെ ഇൻഡെക്സ്, പി എം ഇമ്പോർട്ട് പ്രൈസിന്റെ ഇൻഡെക്സ്. എക്സ് ഡിനോട്ട് ചെയ്യുന്നത് എക്സ്പോർട്ടിനെയാണ് എക്സ് എന്നുള്ള ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ ഇമ്പോർട്ടാണ് ക്യാപിറ്റൽ എം. രണ്ടാമത്തേത് ഗ്രോസ് ബാർട്ടർ ടേംസ് ഓഫ് ട്രേഡ് ആണ്. ഗ്രോസ് ബാർട്ടർ ടേംസ് ഓഫ് ട്രേഡ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ക്വാണ്ടിറ്റി ഓഫ് കൺട്രീസ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്. അവിടെ ഇമ്പോർട്ടിന്റെയും എക്സ്പോർട്ടിന്റെയും ക്വാണ്ടിറ്റിയാണ് നമ്മളിവിടെ റേഷ്യോ ആയിട്ട് എടുക്കുന്നത്. ഗ്രോസ് ബാർട്ടർ ടേംസ് ഓഫ് ട്രേഡ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് എടുക്കുന്ന ഫോർമുലയാണ് ക്യു എം ഡിവൈഡഡ് ബൈ ക്യു എക്സ്. ഗ്രോസ് ബാർട്ടർ ടേംസ് ഓഫ് ട്രേഡിന് ക്യാപിറ്റൽ ജി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ക്യു എം ബൈ ക്യു എക്സ്. ക്യു എം എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ആണ്, ഇമ്പോർട്ട് ക്വാണ്ടിറ്റി ആണ്. അതേപോലെ ക്യു എക്സ് എന്ന് പറയുന്നത് എക്സ്പോർട്ട് ക്വാണ്ടിറ്റി ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ എം ആണ് ഇമ്പോർട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, ക്യാപിറ്റൽ എക്സ് ആണ് എക്സ്പോർട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ക്യു എന്ന് പറയുന്നത് അതിന്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ക്വാണ്ടിറ്റി ഓഫ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്. തേർഡ് വൺ ഇൻകം ടേംസ് ഓഫ് ട്രേഡ് ആണ്. ഇൻകം ടേംസ് ഓഫ് ട്രേഡ് എന്നുള്ള കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത് ജി എസ് ഡൊറൻസും അതുപോലെ തന്നെ എച്ച് സ്റ്റെയിൽ രണ്ടുപേരും കൂടെ ചേർന്നാണ് ഈ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത്. ഈ ഇൻകം ടേംസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് ഒരു ഇംപ്രൂവ്മെന്റ് ആണ്. നെറ്റ് ബാർട്ടർ ടേംസ് ഓഫ് ട്രേഡിന്റെ ഒരു ഇംപ്രൂവ്ഡ് ഫോം ആണ് ഇൻകം ടേംസ് ഓഫ് ട്രേഡ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ ഇൻഡിസസ് ഓഫ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഇൻഡെക്സ് ഓഫ് എക്സ്പോർട്ട്. അപ്പൊ ഇതില് നമ്മൾ നേരത്തെ കണ്ട നെറ്റ് ബാർട്ടർ ടേംസ് ഓഫ് ട്രേഡ് എടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ക്വാണ്ടിറ്റി ഇൻഡെക്സ് ഓഫ് എക്സ്പോർട്ട് കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് നമ്മുടെ ഇൻകം ടേംസ് ഓഫ് ട്രേഡ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ ഇൻഡിസസ് ഓഫ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് പ്രൈസ്. ഇൻഡിസസ് ഓഫ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് പ്രൈസ് ആണ് പി എക്സ് ഡിവൈഡഡ് ബൈ പി എം. പി എക്സ് ബൈ പി എം എന്ന് പറയുന്നതാണ് നെറ്റ് ബാർട്ടർ ടേംസ് ഓഫ് ട്രേഡ്. അതിന്റെ ഒരു ഇംപ്രൂവ്ഡ് ഫോം ആണ് ഇൻകം ടേംസ് ഓഫ് ട്രേഡ്. അപ്പോൾ ആദ്യം നെറ്റ് ബാർട്ടർ ടേംസ് ഓഫ് ട്രേഡ് കൊടുത്തു, പി എക്സ് ബൈ പി എം കൊടുത്തു, ഇൻറ്റു ക്വാണ്ടിറ്റി ഇൻഡെക്സ് ഓഫ് എക്സ്പോർട്ട്. ക്വാണ്ടിറ്റി ഇൻഡെക്സ് ഓഫ് എക്സ്പോർട്ടിനെയാണ് ക്യു എക്സ് എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ പി എക്സ് ബൈ പി എം എന്നുള്ളതിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? നെറ്റ് ബാർട്ടർ ടേംസ് ഓഫ് ട്രേഡ് റെപ്രസെന്റ് ചെയ്യാനായിട്ട് ക്യാപിറ്റൽ എൻ ആണ്, എൻ ഇൻറ്റു ക്യു എക്സ് എന്ന് കൊടുത്തു. അതിൽ ഐ എന്ന് പറയുന്നത് ഇൻകം ടേംസ് ഓഫ് ട്രേഡ് ആണ്. പി എക്സ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ ഇൻഡെക്സ് ഓഫ് പ്രൈസ് ഓഫ് എക്സ്പോർട്ട് ആണ്. പി എം എന്ന് പറയുന്നത് ഇൻഡെക്സ് ഓഫ് പ്രൈസ് ഇമ്പോർട്ട് ആണ്. ക്യു എക്സ് എന്ന് പറയുന്നത് ഇൻഡെക്സ് ഓഫ് ക്വാണ്ടിറ്റി എക്സ്പോർട്ടഡ് ആണ്. ഇൻകം ടേംസ് ഓഫ് ട്രേഡ് ഈസ് ഓൾസോ കോൾഡ് കപ്പാസിറ്റി ടു ഇമ്പോർട്ട്. കപ്പാസിറ്റി ടു ഇമ്പോർട്ട് എന്നും കൂടെ ഇൻകം ടേംസ് ഓഫ് ട്രേഡ് അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് വൺ സിംഗിൾ ഫാക്ടറൽ ടേംസ് ഓഫ് ട്രേഡ് ആണ്. Single factorial terms of trade
imply a ratio of the export price index and import price index adjusted for changes in the productivity of factors used in the production of export goods. സിംഗിൾ ഫാക്ടർ ടേംസ് ഓഫ് ട്രേഡിൽ എക്സ്പോർട്ട് പ്രൈസ് ഇൻഡെക്സിൻ്റെയും ഇമ്പോർട്ട് പ്രൈസ് ഇൻഡെക്സിൻ്റെയും റേഷ്യോന് പ്രൊഡക്ടിവിറ്റി ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. നമുക്ക് നോക്കാം. Commodity terms of trade, single factorial terms of trade. The commodity terms of trade are multiplied by index of export productivity. Single factorial terms of trade കണ്ടുപിടിക്കാനായിട്ട് commodity terms of trade നെ export productivity index ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സിംഗിൾ ഫാക്ടറിയൽ ടേംസ് ഓഫ് ട്രേഡ് കാണാനായിട്ട് കമ്മോഡിറ്റി ടേംസ് ഓഫ് ട്രേഡിന് ഏതുമായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? മൾട്ടിപ്ലൈഡ് ബൈ ദ ഇൻഡെക്സ് ഓഫ് എക്സ്പോർട്ട് പ്രൊഡക്ടിവിറ്റി. സിംഗിൾ ഫാക്ടറിയൽ ടേംസ് ഓഫ് ട്രേഡ് ആണ് ഇവിടെ ടി എസ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഈക്വൽ എൻ ഇൻറ്റു എൻ എന്ന് പറയുന്നതാണ് നെറ്റ് ബാർട്ടർ ടേംസ് ഓഫ് ട്രേഡ് അല്ലെങ്കിൽ കമ്മോഡിറ്റി ടേംസ് ഓഫ് ട്രേഡ് മൾട്ടിപ്ലൈഡ് ബൈ എക്സ്പോർട്ട് പ്രൊഡക്ടിവിറ്റി ഇൻഡെക്സ് ദാറ്റ് ഈസ് ഇസഡ് എക്സ്. എക്സ്പോർട്ട് പ്രൊഡക്ടിവിറ്റി ഇൻഡെക്സ് ആണ് ഇസഡ് എക്സ്. അപ്പം എന്നുള്ളതിന് പകരം പി എക്സ് ബൈ പി എം എന്ന് എഴുതി ഇൻറ്റു ഇസഡ് എക്സ്. നെക്സ്റ്റ് വൺ ഡബിൾ ഫാക്ടറിയൽ ടേംസ് ഓഫ് ട്രേഡ് ആണ്. The concept of double factorial terms of trade formulated by Jacob Weiner. Jacob Weiner ആണ് double factorial terms of trade develop ചെയ്തത്. It takes into account the productivity of the factors of production in the country's export as well as productivity of the foreign factors of production used in country's import. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒന്ന് productivity of the factors of production in country's export. അതേപോലെ പ്രൊഡക്ടിവിറ്റി ഓഫ് ഫോറിൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ യൂസ്ഡ് ഇൻ കൺട്രീസ് ഇമ്പോർട്ട്. ഇപ്പോൾ ഇക്വേഷൻ നോക്കാം. ടി ഡി ഈക്വൽ ടി ഡി എന്ന് പറയുന്നത് ഡബിൾ ഫാക്ടറിയൽ ടേംസ് ഓഫ് ട്രേഡ് റെപ്രസെൻറ്റ് ചെയ്യാനാണ്. അതിന് പകരം ക്യാപിറ്റൽ ഡി എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഈക്വൽ ക്യാപിറ്റൽ എൻ ഇൻറ്റു ഇസഡ് എക്സ് ഡിവൈഡഡ് ബൈ ഇസഡ് എം. ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നതിന് പകരം നമുക്കറിയാം പി എക്സ് ഡിവൈഡഡ് ബൈ പി എം നെറ്റ് ബാർട്ടർ ടേംസ് ഓഫ് ട്രേഡ് അല്ലെങ്കിൽ കമ്മോഡിറ്റി ടേംസ് ഓഫ് ട്രേഡ് ആണ്. അപ്പോൾ പി എക്സ് ബൈ പി എം ഇൻറ്റു ഇസഡ് എക്സ് ഡിവൈഡഡ് ബൈ ഇസഡ് എം. അപ്പോൾ രണ്ടിൻ്റെയും പ്രൊഡക്ടിവിറ്റി ഇമ്പോർട്ടിൻ്റെയും എക്സ്പോർട്ടിൻ്റെയും പ്രൊഡക്ടിവിറ്റി നമ്മളിവിടെ കൺസിഡർ ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ടേംസ് ഓഫ് ട്രേഡ് എന്താണ്, ഏതൊക്കെയാണ് 5 ടൈപ്സ് ഓഫ് ടേംസ് ഓഫ് ട്രേഡ്, അതിൽ ഓരോന്നും നമ്മൾ കണ്ടു. കമ്മോഡിറ്റി ടേംസ് ഓഫ് ട്രേഡ്, ഗ്രോസ് ബാർട്ടർ ടേംസ് ഓഫ് ട്രേഡ്, ഇൻകം ടേംസ് ഓഫ് ട്രേഡ്, അതുപോലെ തന്നെ സിംഗിൾ ഫാക്ടറിയൽ ടേംസ് ഓഫ് ട്രേഡ്, ഡബിൾ ഫാക്ടറിയൽ ടേംസ് ഓഫ് ട്രേഡ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.